എല്ലാവർക്കും നമസ്കാരം. 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ 5th യൂണിറ്റായ അവർ എർത്തിൻ്റെ 3rd പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. പേജ് നമ്പർ 75, ആസിഡ് റെയിൻ. ഇതൊരു എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്, കാണാൻ പഠിക്കേണ്ടതില്ല. എന്താണെന്ന് പറഞ്ഞു കേൾപ്പിക്കാം. കോള്, പെട്രോളിയം പ്രോഡക്റ്റ്, ഡീസൽ എന്നിവ ബേൺ ചെയ്യുമ്പോൾ, അതായത് കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നീ വാതകങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇത് അന്തരീക്ഷത്തിലെത്തി മഴവെള്ളത്തോടൊപ്പം കലർന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. അങ്ങനെ മഴവെള്ളത്തിൽ ഇത് കലരുന്നതോടുകൂടി ഇതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 5ൽ കുറവായിട്ട് മാറും. അങ്ങനെ pH വാല്യൂ 5ൽ കുറവായിട്ട് പെയ്യുന്ന മഴയെ നമ്മൾ ആസിഡ് റെയിൻ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഈ പ്യുവർ വാട്ടറിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ അത് 5 ആയിട്ട് മാറുമ്പോൾ, 5ഓ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിട്ട് മാറുമ്പോൾ അതിന് ആസിഡ് സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പെയ്യുന്ന മഴയാണ് നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയുന്നത്. അടുത്തതായി സ്മോഗ് ആണ്. സ്മോഗ് എന്ന് പറയുന്നത് പുകമഞ്ഞ് എന്നാണ് അതിൻ്റെ മലയാളം. നമ്മുടെ സ്മോക്കും ഫോഗും കൂടെ ചേർന്ന് ഉണ്ടാകുന്നതാണ് ഈ സ്മോഗ്. അതായത് ഈ ഇൻഡസ്ട്രിയൽ ഏരിയകൾ, വാഹനങ്ങൾ ധാരാളം ഉള്ളിടത്ത് നമ്മുടെ കാർഷിക വിളകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കത്തിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ട് പുകയും പൊടിപടലങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ പുകയും പൊടിപടലങ്ങളും ഒക്കെ അന്തരീക്ഷത്തിൽ നിറഞ്ഞ് അത് ഫോഗുമായിട്ട് കലർന്നാണ് സ്മോഗ് ഉണ്ടാകുന്നത്. ഈ സ്മോഗ് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോക്ക്, ഹാർട്ട് ഡിസീസ്, ലങ് ഡിസീസ് എന്നിവയാണ് അത്. അടുത്തതായി വേരിയസ് സൊല്യൂഷൻസ് എന്നുള്ള ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ എയർ പൊല്യൂഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ നമുക്കൊരു ചോദ്യം തന്നിരിക്കുന്നു. വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? അതായത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? അപ്പോൾ അവിടെ 4 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ആ ചിത്രങ്ങൾ നോക്കിയിട്ട് അതെന്തൊക്കെയാണ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് കാരണമായിട്ട് മാറുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തേത് എന്ന് പറയുന്നത് പ്ലാന്റിംഗ് ട്രീസ് ആണ്. ചെടികൾ വെച്ച് പിടിപ്പിക്കുക. ചെടികൾ വെച്ച് പിടിപ്പിക്കുന്നത് മൂലം നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കാം. രണ്ടാമത്തത് യൂസിങ് സോളാർ എനർജിയാണ്. അതായത് സോളാർ എനർജി ഉപയോഗിക്കുന്നത് മൂലം, സോളാർ എനർജി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കേണ്ട വൈദ്യുതി നമ്മൾ സൂര്യനിൽ നിന്നും ഉണ്ടാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സോളാർ പാനലുകൾ ഉപയോഗിച്ച് സോളാർ എനർജി ഉപയോഗിക്കുന്നത് മൂലം താപവൈദ്യുത നിലയങ്ങളുടെ ഉപയോഗം കുറയ്ക്കാം. അതായത് തെർമൽ പവർ സ്റ്റേഷനുകളുടെ ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ തെർമൽ പവർ സ്റ്റേഷനുകളിൽ പെട്രോളിയം പ്രോഡക്ട്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരുപാട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ അതിന് കാരണമാകും. അങ്ങനെ അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാം. മൂന്നാമതായിട്ട് യൂസിങ് ബൈസിക്കിൾസ്, അതായത് ബൈസിക്കിൾ ഉപയോഗിക്കുക. സൈക്കിളുകളൊക്കെ ഉപയോഗിക്കുന്നത് മൂലം അതിന് ഫ്യൂവൽ വേണ്ടാത്ത ഒരു വെഹിക്കിളാണ് ബൈസിക്കിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കാം. നാലാമത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ വൈദ്യുത വാഹനങ്ങൾ എന്നാണ്. അതിന് ഈ പറഞ്ഞതുപോലെയുള്ള എമിഷൻ കുറവാണ്. അതുകൊണ്ട് അതിൻ്റെ പൊല്യൂഷൻ വളരെ കുറവാണ്. അപ്പോൾ 4 കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പറയാം. പ്ലാന്റിംഗ് ട്രീസ്, യൂസിങ് സോളാർ എനർജി, യൂസിങ് ബൈസിക്കിൾസ്, യൂസിങ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചു കഴിഞ്ഞത് അറ്റ്മോസ്ഫിയറിക് കോമ്പോസിഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 77ലേക്ക് നോക്കാം. അവിടെ അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നു. അത് താഴെ നിന്ന് മുകളിലേക്കാണ് അതിൻ്റെ പേരുകൾ നമ്മൾ വായിക്കേണ്ടത്. അതിൽ ഒന്നാമത്തേത് ട്രോപ്പോസ്ഫിയർ, രണ്ടാമത്തേത് സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ ഇങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിന്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. നമുക്ക് ഈ ഓരോ ലെയറിനെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യമേ ട്രോപ്പോസ്ഫിയറിനെ പറ്റി നോക്കാം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അതായത് അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും താഴെയുള്ള, അതായത് ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിനെയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫസ്. അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും മുകളിലേക്ക് ഒരു 13 കിലോമീറ്റർ വരെയാണ് ആവറേജ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. The height ranges about 8 kilometers at the poles to 18 kilometers at the equator.
അതായത് പോളുകളിൽ നമുക്ക് 2 പോളാണുള്ളത്, നോർത്ത് പോളും സൗത്ത് പോളും. ആ പോളുകളിൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 കിലോമീറ്ററും നമ്മുടെ ഇക്വേറ്ററിന്റെ ഭാഗത്ത്, അതായത് നമ്മുടെ ഭൂമധ്യരേഖ ഭാഗത്ത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 കിലോമീറ്റേഴ്സുമാണ്. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ. ഇതുകൊണ്ടാണ് ഇക്വറ്റോറിയൽ റീജിയനുകളിൽ ടെമ്പറേച്ചർ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. അവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം, വൈ ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ? ടെമ്പറേച്ചർ ഇക്വറ്റോറിയൽ റീജിയനിൽ ഹൈ ആയിരിക്കാൻ കാരണം എന്താണ്? അപ്പോൾ അതിന്റെ ആൻസർ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ഇൻ ട്രോപ്പോസ്ഫിയർ ദ ഹൈറ്റ് റേഞ്ചസ് അബൌട്ട് 8 കിലോമീറ്റേഴ്സ് അറ്റ് ദ പോൾസ് ടു 18 കിലോമീറ്റേഴ്സ് അറ്റ് ദ ഇക്വേറ്റർ. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ഇക്വറ്റോറിയൽ റീജിയൻ. അപ്പോൾ ബാക്കി നോക്കാം. ഡസ്റ്റ് പാർട്ടിക്കിൾ ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബാൻഡന്റ് ഇൻ ദിസ് ലെയർ. അതായത് ഡസ്റ്റ് പാർട്ടിക്കിളും വാട്ടർ വേപ്പറുകളും സമൃദ്ധമായിട്ട് ഈ ലെയറിൽ ഉണ്ട്. അറ്റ്മോസ്ഫിയർ ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എക്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. അതായത് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന എന്ന് പറയുന്നത് അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എന്നാണ്. ക്ലൗഡ് ഫോർമേഷൻ, റെയിന്, സ്നോയെ, വിൻഡ് ഇങ്ങനെയുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ഈ ലെയറിലാണ്. An important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. This is called normal lapse rate. അതായത് ഈ ലെയറിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്തോറും, അതായത് ട്രോപ്പോസ്ഫിയറിൽ ഭൂമിയിൽ നിന്നും 165 മീറ്റർ വീതം മുകളിലേക്ക് പോകുമ്പോൾ ഓരോ ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്നു. ടെമ്പറേച്ചർ ഓരോ ഡിഗ്രി സെൽഷ്യസ് വീതം കുറയുന്നു. ഇതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നോർമൽ ലാപ്സ് റേറ്റ് എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് നോർമൽ ലാപ്സ് റേറ്റ്? ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദ troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 160 meters from the surface of the earth. This is called normal lapse rate. അതായത് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിലെ ട്രോപ്പോസ്ഫിയറിൽ ഓരോ ഡിഗ്രി വീതം ടെമ്പറേച്ചർ കുറയുന്നു. 165 മീറ്റർ വീതം ഹൈറ്റിലേക്ക് കയറുമ്പോൾ ഇതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് കൂടിയ സ്ഥലങ്ങൾ, അതായത് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങൾ, മൂന്നാർ, ഊട്ടി, കൊടൈക്കനാൽ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ഇത് കാരണമാണ്. അതായത് ഹൈറ്റ് കൂടുന്തോറും 165 മീറ്റർ കൂടുന്തോറും ഓരോ ഡിഗ്രി വീതം കുറഞ്ഞു വരുന്നു. അപ്പോൾ അതാണ് അവിടെ ഒരു ചോദ്യം തന്നിരിക്കുന്നു. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ? എന്തുകൊണ്ടാണ് ട്രോപ്പോസ്ഫിയറിനെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതണം. ആൻസർ എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാം. ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റേഴ്സ് ഫ്രം ദ എർത്ത് സർഫസ്. ദ ഹൈറ്റ് റേഞ്ചസ് അബൌട്ട് 8 കിലോമീറ്റേഴ്സ് അറ്റ് ദ പോൾസ് ടു 18 കിലോമീറ്റേഴ്സ് അറ്റ് ദ ഇക്വേറ്റർ. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വറ്റോറിയൽ റീജിയൻ. Dust particles and water vapor are most abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. An important feature of troposphere is that the temperature of the atmosphere decreases at the rate of 1 degree Celsius for every 165 meters from the surface of the earth. This is called normal lapse rate. അടുത്ത ചോദ്യം, വൈ ദ ഹൈ ഓൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എക്സെട്ര ഫീൽ ദ കോൾഡ്? അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. ഊട്ടിയിലും മൂന്നാറിലും കൊടൈക്കനാലിലും ഒക്കെ തണുപ്പ് അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് നോർമൽ ലാപ്സ് റേറ്റ് ആണ്. ട്രോപ്പോസ്ഫിയറിനെ പറ്റി നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ ട്രോപ്പോസ്ഫിയറിൽ കൂടിയാണ് വിമാനങ്ങൾ ഒക്കെ യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ വിമാനങ്ങളൊക്കെ സഞ്ചരിക്കുന്നത് ട്രോപ്പോസ്ഫിയറിൽ കൂടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രോപ്പോസ്ഫിയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് സ്ട്രാറ്റോസ്ഫിയർ. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബവ് ദ ട്രോപ്പോസ്ഫിയർ. അതായത് ട്രോപ്പോസ്ഫിയറിന്റെ തൊട്ടുമുകളിലുള്ള ഭാഗമാണ് സ്ട്രാറ്റോസ്ഫിയർ.
the average height is about 50 kilometers from the earth surface. അതായത് എർത്തിന്റെ സർഫസിൽ നിന്നും 50 കിലോമീറ്റർ ആണ് ഇതിന്റെ ആവറേജ് ഹൈറ്റ്. In the stratosphere, the temperature increases after a specific height. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ കൂടി വരും. നമ്മൾ മുമ്പേ ട്രോപ്പോസ്ഫിയറിൽ പറഞ്ഞത് ഹൈറ്റ് കൂടുന്തോറും ഓൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറയുന്നു എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ ടെമ്പറേച്ചർ ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി വരും. ദ ഓസോൺ ലെയർ ഈസ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. ഈ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ ഉള്ളത്. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 25 കിലോമീറ്റേഴ്സ് ഫ്രം ദ സർഫസ്. അതായത് ഈ സ്ട്രാറ്റോസ്ഫിയറിലെ നമ്മുടെ ഓസോൺ പാളിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഓസോൺ പാളി ഉള്ളത് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നും 25 കിലോമീറ്റർ ഉയരത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ നമുക്ക് അടുത്തതായിട്ടുള്ളത് ഓസോൺ എർത്ത് ഷീൽഡ്, അതായത് ഓസോണിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓസോൺ എല്ലാവർക്കും എന്താണെന്ന് അറിയാം. The presence of ozone gas in the atmosphere protects the earth by blocking the harmful ultraviolet rays from the sun. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളെ ബ്ലോക്ക് ചെയ്ത് അറ്റ്മോസ്ഫിയറിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു കവചമാണ് എന്ത് ഓസോൺ എന്ന് പറയുന്നത്. If ultraviolet rays reach the earth's surface at the increased rate, it is harmful to living organisms and ecosystem. അതായത് ഈ അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ കൂടിയ അളവിൽ ഭൂമിയിലേക്ക് എത്തുകയാണെങ്കിൽ അത് നമുക്ക് ജീവജാലങ്ങൾക്കും നമ്മുടെ എക്കോസിസ്റ്റത്തിനുമൊക്കെ വളരെയധികം ദോഷകരമാണ്. അപ്പോൾ ഓസോൺ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഓസോൺ പാളിയെ പറ്റി ഈ കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ തന്നിരിക്കുന്നു. വാട്ട് ഹാം ഡസ് അൾട്രാവയലറ്റ് റേസ് കോസസ് ഓൺ ദ എർത്ത്. അതായത് അൾട്രാവയലറ്റ് രശ്മികൾ എന്തെല്ലാം കുഴപ്പങ്ങളാണ് അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഭൂമിയിൽ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേത് കൊളാപ്സ് ദ ഫുഡ് ചെയിൻ. നമ്മുടെ ഫുഡ് ചെയിനെ കൊളാപ്സ് ചെയ്യും, അതായത് നമ്മുടെ ആഹാര ശൃംഖലയെ നശിപ്പിക്കും. രണ്ടാമത്തേത് ക്രോപ്പ് ഡാമേജ്. ക്രോപ്പ് ഡാമേജ് എന്ന് പറഞ്ഞാൽ വിളനാശം ആണ്, വിളനാശം ഉണ്ടാക്കും. അടുത്തതായി സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, അതായത് ചെടികളുടെ വളർച്ചയെ മുരടിപ്പിക്കും. അടുത്തതായിട്ട് ഏർലി ഏജിങ്. ഏർലി ഏജിങ് എന്ന് പറഞ്ഞാൽ അകാല വാർദ്ധക്യം എന്നാണ് അതിന്റെ മലയാളം. അതായത് വളരെ നേരത്തെ തന്നെ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വൃദ്ധരായിട്ട് മാറുന്നതായിട്ട് തോന്നും. അടുത്തതായിട്ട് ബ്ലൈൻഡ്നസ്, കാറ്ററാക്ട്. ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് അന്ധതയാണ്, കാറ്ററാക്ട് എന്ന് പറയുന്നത് തിമിരമാണ്. അപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ കാരണമാകും. അടുത്തതായിട്ട് സ്കിൻ ക്യാൻസർ, അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ക്യാൻസർ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഇതൊക്കെയാണ് അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിൽ എത്തിയാൽ ഉണ്ടാകുന്ന കുഴപ്പം. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, സ്റ്റണ്ടിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, ഏർലി ഏജിങ്, ബ്ലൈൻഡ്നസ്, കാറ്ററാക്ട്, സ്കിൻ ക്യാൻസർ. അടുത്തതായി ഒരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്. ഓസോൺ ഡേ. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. അതായത് സെപ്റ്റംബർ 16 ലോക ഓസോൺ ഡേ എന്നറിയപ്പെടുന്നത്. ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഒബ്സർവിംഗ് ദിസ് ഡേ ഈസ് ടു ബി create awareness among people about the need to protect ozone layer and to control the use of products that can cause ozone depletion. അതായത് ഓസോൺ നശീകരണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളെ നിയന്ത്രിക്കുക, അതേപോലെ തന്നെ ഓസോൺ നശീകരണത്തെ പറ്റി ആളുകളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ ഓസോൺ ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തതായി മിസോസ്ഫിയർ. This atmospheric layer extends from about 50 kilometers to 80 kilometers above the stratosphere. അതായത് സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഭാഗമാണ് മിസോസ്ഫിയർ. The phenomena of decrease in temperature with the increase in height is present in this layer also. അതായത് ഹൈറ്റ് കൂടുന്തോറും ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണുന്നു. At an altitude of about 80 kilometers from the surface, the temperature drops to -100 degrees Celsius. അതായത് 80 കിലോമീറ്റർ ഹൈറ്റിൽ എത്തിച്ചേരുമ്പോൾ ടെമ്പറേച്ചർ -100 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുന്നു. The lowest temperature in the atmosphere is experienced here. അതായത് ഇതാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും താഴ്ന്ന ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം മിസോസ്ഫിയർ എന്നാണ്.
most of the meteors that enters the earth's atmosphere burn down in this layer. അതായത് മീറ്റിയേഴ്സ് ഒക്കെ അന്തരീക്ഷത്തിൽ എത്തിച്ചേരുമ്പോൾ അത് കത്തിച്ചാരമായി പോകുന്നത് ഈ ലെയറിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയും നമുക്കൊരു ചോദ്യം ചോദിക്കാം, മീറ്റിയേഴ്സ് ഒക്കെ ഏത് ഭാഗത്ത് വെച്ചാണ് കത്തിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ മിസോസ്ഫിയർ എന്നാണ്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. This atmospheric layer extends from about 50 kilometers to 80 kilometers above the stratosphere. The phenomena of decrease in temperature with the increase in height is present in this layer also. At an altitude of about 80 kilometers from the surface, the temperature drops to -100 degrees Celsius. The lowest temperature in the atmosphere is experienced here. Most of the meteors that enters in the Earth's atmosphere burn down in this layer. അപ്പോൾ ഇത്രയുമാണ് മിസോസ്ഫിയറിനെ പറ്റി പഠിക്കാനുള്ളത്. അടുത്തതായി തെർമോസ്ഫിയർ. The thermosphere is the layer of atmosphere that lies about 80 to 400 kilometers above the mesosphere. അതായത് മിസോസ്ഫിയറിൽ നിന്നും 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ കിടക്കുന്ന ലെയറിനെയാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. The temperature increases with an increase in altitude. അതായത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതനുസരിച്ച്, ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടി വരുന്നു. The lower part of the തെർമോസ്ഫിയർ ഈസ് കോൾഡ് അയണോസ്ഫിയർ. അതായത് തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗത്തിനെ നമ്മൾ അറിയപ്പെടുന്നത് അയണോസ്ഫിയർ എന്നാണ്. അപ്പോൾ തെർമോസ്ഫിയർ ഇതാണ്, ഒന്നും കൂടെ പറയാം. ദ തെർമോസ്ഫിയർ ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ലൈസ് അബൌട്ട് 80 to 400 kilometers above the mesosphere. The temperature increases with an increase in altitude. The lower part of the thermosphere is called ionosphere. അപ്പോൾ അടുത്തതായിട്ട് അയണോസ്ഫിയർ എന്താണ്? അതൊരു എക്സ്റ്റൻഡഡ് റീഡിംഗ് ആണ്, കാണാൻ പഠിക്കേണ്ടതായിട്ടുള്ള. അപ്പോൾ അയണോസ്ഫിയർ എന്താണെന്ന് പറയാം. An altitude of about 80 to 400 kilometers in the atmosphere, intense solar radiation such as ultraviolet, X-rays, etc. converts the gas molecules into ions. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലെ 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഈ അൾട്രാവയലറ്റ്, എക്സ്റേസ് ഇങ്ങനെയുള്ള റേസ് നമ്മുടെ എയറിനെ എന്താക്കി മാറ്റും? അയോണുകളാക്കി മാറ്റും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയണൈസേഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അയണൈസേഷൻ എന്ന് പറയും. ആൻഡ് ദ റീജിയൻ വെയർ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് ദ അയണോസ്ഫിയർ. അതായത് ഈ പ്രോസസ്സ് നടക്കുന്ന സ്ഥലത്തിനെ നമ്മൾ അയണോസ്ഫിയർ എന്നും പറയും. അയോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ അയോൺസുകൾക്ക് കറണ്ടിനെ, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. Therefore, this region enables long distance transmission of radio waves. അതായത് ഈ റേഡിയോ വേവ്സ് എന്നറിയപ്പെടുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഈ ഭാഗത്തിന്, അതായത് അയണോസ്ഫിയറിന് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവുള്ളത് കൊണ്ട് ഈ ഭാഗത്തു കൂടിയാണ് ലോങ് ഡിസ്റ്റൻസിലുള്ള റേഡിയോ വേവ്സിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അടുത്തതായി എക്സോസ്ഫിയർ. ഇറ്റ് ഈസ് ദി അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഇതാണ് അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും അപ്പർമോസ്റ്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും മുകളിലുള്ള ലെയർ. The presence of the air molecules in the exosphere, which is lies above 400 kilometers from the surface, gradually decreases and the layer becomes a part of the outer space. അതായത് 400 കിലോമീറ്ററിന് മുകളിലേക്ക് എത്തുന്തോറും എക്സോസ്ഫിയറിനകത്ത് ഈ വായുവിന്റെ അളവ് കുറഞ്ഞു വരികയും അത് സ്പേസ് ആയിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ശൂന്യാകാശം അല്ലെങ്കിൽ ബഹിരാകാശമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് എക്സോസ്ഫിയർ ഉള്ളത്. ഒന്നുകൂടെ പറയാം. It is the uppermost layer of the atmosphere. The presence of the air molecules in the exosphere, which lies about 400 kilometers from the surface, gradually decreases and the layer becomes a part of the outer space. അപ്പോൾ ഇത്രയുമാണ് അറ്റ്മോസ്ഫറിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയാം. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഇതിന്റെ ഭാഗമായിട്ട് ഒരു കാര്യം കൂടെ അവിടെ തന്നിരിക്കുന്നു. പ്രിപ്പയർ ഐഡന്റിറ്റി കാർഡ്സ് ആസ് ഇൻ ദ മോഡൽ ഗിവൺ ബിലോ ബൈ ഇൻക്ലൂഡിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ. അതായത് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ച് ഒരു ഐഡന്റിറ്റി കാർഡ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കാം. ട്രോപ്പോസ്ഫിയറിന്റെ ഒരു ID കാർഡാണ് ഞാനിവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് കേൾപ്പിക്കാം. നെയിം ഓഫ് ദ അറ്റ്മോസ്ഫറിക് ലെയർ ട്രോപ്പോസ്ഫിയർ. Altitude from the Earth's surface. It has an average height of 13 kilometers from the Earth's surface. The height ranges about 8 kilometers at the poles to 18 kilometers at the equator. The change in temperature
the temperature of the atmosphere decreases at the rate of 1 degree Celsius from every 165 meters from the surface of the earth. Other features: it's the lowermost layer of the atmosphere. Dust particle and water vapors are most abundant in this layer. Atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. An important feature of the troposphere is normal lapse rate. അപ്പോൾ ഇത്രയുമാണ് ഈ ID കാർഡിനകത്ത് തന്നിരിക്കുന്നത്. അടുത്തതായി ഒരു ആക്ടിവിറ്റി. The atmospheric layers and their features are given below. Match them correctly. അതായത് അറ്റ്മോസ്ഫറിക് ലെയേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും തന്നിരിക്കുന്നു, അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി എക്സോസ്ഫിയർ, അതിൻ്റെ ആൻസർ എയർ മോളിക്യൂൾസ് ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ്സ് ഇൻ ടു സ്പേസ്. അടുത്തതായി തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിന് 2 ആൻസറാണുള്ളത്. ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്, ലൊക്കേറ്റഡ് അറ്റ് ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 80 to 400 kilometers. അടുത്തതായിട്ട് മിസോസ്ഫിയർ, അതിനും 2 പോയിന്റ് ആണുള്ളത്. ദ ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ, ദ ലെയർ വെയർ മീറ്റിയേഴ്സ് ബേൺ ടു ആഷ്. അടുത്തതായി സ്ട്രാറ്റോസ്ഫിയർ, സോൺ വെയർ ഓസോൺ ഈസ് പ്രസന്റ്. അടുത്തതായി ട്രോപ്പോസ്ഫിയർ, ദ ലെയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ സർട്ടൺ റേറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അപ്പോൾ ഇത്രയുമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി 5th യൂണിറ്റ് അവസാനിച്ചിരിക്കുകയാണ്. ഇതിന് 3 പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ക്ലാസ്സുകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.